ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് ശശി തരൂരിന് ക്ഷണം. എ റഹീം, വി കെ സനോജ് എന്നിവർ നേരിട്ടെത്തിയാണ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ ക്ഷണിച്ചത്. മാർച്ച് ആദ്യം വാരമാണ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. ക്ഷണത്തോട് തരൂർ അനുകൂലമായാണ് പ്രതികരിച്ചതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വളർച്ചയെ പ്രകീർത്തിച്ചുകൊണ്ട് ഡോക്ടർ ശശി തരൂർ ലേഖനം എഴുതി. ഇത് കോൺഗ്രസിൽ വലിയ എതിർപ്പിന് ഇടയാക്കിയ പശ്ചാത്തലത്തിലാണ് ഡിവൈഎഫ്ഐയുടെ ഈ നീക്കം നടന്നിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാമാണ്? അതിനിർണായകമാണ് ഡിവൈഎഫ്ഐയുടെ നീക്കമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ശശി തരൂരിനെ അവഗണിച്ചുകൊണ്ട് ശശി തരൂർ ഉയർത്തിവിട്ട വിവാദങ്ങൾ, അദ്ദേഹത്തിന്റെ ഇടത് സർക്കാരിനോടുള്ള പ്രേമമൊക്കെ, ആ വിവാദങ്ങളൊന്ന് തണുപ്പിച്ചു പോകാമെന്നുള്ളതായിരുന്നു സംസ്ഥാന കോൺഗ്രസിന്റെ ഒരു നിലപാട്. ഹൈക്കമാൻഡ് വിളിച്ച ശശി തരൂരിനെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചതുകൊണ്ട് തന്നെ ശശി തരൂർ ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല, മുൻ നിലപാടുകൾ ആവർത്തിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന നേതൃത്വം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. എന്തായാലും ആ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരമൊരു ഫെസ്റ്റിവലിലേക്ക്, സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലേക്ക് തന്നെ ശശി തരൂരിനെ വീട്ടിലെത്തി ക്ഷണിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രധാന നേതാക്കളായ എ റഹീം, സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജ് എന്നിവരടക്കമുള്ളവരാണ് ഡൽഹിയിലെ വസതിയിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഒരു വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വിളിച്ച് വരുത്തി വിഷയത്തിൽ അതൃപ്തി അറിയിച്ചതിന് ശേഷം ശശി തരൂർ ഇതുവരെ മാധ്യമങ്ങളെ കാണുകയോ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ നയത്തിൽ, അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ശശി തരൂർ നടത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയത് തനിക്ക് വന്ന തെറ്റാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചിട്ടില്ല. അപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ ഇത്തരം ഒരു നീക്കം ഉണ്ടാകുന്നതും ഡിവൈഎഫ്ഐ നേതാക്കൾ നേരിട്ടെത്തി ശശി തരൂരിനെ ഇത്തരം ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതും. അദ്ദേഹം ഈ പരിപാടിയിൽ നേരത്തെ നിശ്ചയിച്ച ചില പ്രോഗ്രാമുകൾ ഉള്ളതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതായി പറഞ്ഞു എന്നുള്ളതാണ് എ റഹീമൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ വികസനത്തിന് തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് തരൂർ പറഞ്ഞതായും എ റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള നിലപാടിൽ മാറ്റമില്ലാതെ, അല്ലെങ്കിൽ ആ നിലപാട് തിരുത്താതെ നിൽക്കുന്ന ശശി തരൂർ ഡിവൈഎഫ്ഐ നേതാക്കളോട് പറയുന്നു തനിക്ക് വികസനത്തിന്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ തനിക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളത്. അതായത് സംസ്ഥാന കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായി താൻ നിൽക്കുന്നു എന്നുള്ള കാര്യം ശശി തരൂർ പറഞ്ഞതായിട്ടാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത്. ഇക്കാര്യത്തിലൊക്കെ തരൂർ വ്യക്തത നൽകേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി അടക്കം വിളിച്ച് അതൃപ്തി അറിയിച്ചിട്ടും ശശി തരൂർ തന്റെ നിലപാട് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാന ചോദ്യം. ഇന്ന് തരൂർ തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. വൈകുന്നേരത്തോടെ അദ്ദേഹം എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടും. അപ്പോഴും അദ്ദേഹം മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അടക്കം അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും സ്വന്തം നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ അടക്കം തരൂരിന് മുന്നിൽ ഇടത് പാളയത്തേക്ക് ഒരു ക്ഷണം വെച്ചതിന് സമാനമായ ഒരു കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി മാറ്റം, മുന്നണി മാറ്റം തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കാൻ ഇന്ന് തരൂരിന്റെ പ്രതികരണം കാരണമായിരിക്കും. എന്തായാലും വലിയൊരു നിർണായകമായ നീക്കം തന്നെയാണ് ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നത്. അതിന് സംസ്ഥാന CPM നേതൃത്വത്തിന്റെ പിന്തുണയോ അറിവോ ഉണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായോ അല്ലെങ്കിൽ അറിയേണ്ടത്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തരൂരാണ് വ്യക്തത വരുത്തേണ്ടത്. മുൻ നിലപാടിൽ നിന്ന് തരൂർ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലോ പരസ്യമായോ ഇതുവരെ പറഞ്ഞിട്ടില്ല. CPM-നെ നേരത്തെ നരഭോജി പോസ്റ്റ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് മാറ്റവും, അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും നിലപാട് മാറ്റം ഉണ്ടോ എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തരൂർ വ്യക്തത നൽകിയാൽ മാത്രമാണ് എന്താണ് ശശി തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. തരൂർ നിലപാട് മാറ്റുന്നില്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ക്ഷണത്തിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ടോ എന്നുള്ളത് പറയേണ്ടി വരും. അത്തരം ചർച്ചകളും സജീവമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളിലെല്ലാം മറുപടി പറയേണ്ടത്, പ്രതികരണം പറയേണ്ടത് ശശി തരൂരാണ്. വൈകിട്ട് തലസ്ഥാനത്ത് ശശി തരൂർ എത്തുന്നുണ്ട്. സ്വാഭാവികമായും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.